ഈന്തപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ? കുറവായിരിക്കും അല്ലേ? ഈന്തപ്പഴത്തിനകത്ത് നിറയെ ഫൈബറും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാൽഷ്യം, പൊട്ടാസ്യം പോലുള്ള ന്യൂട്രീഷ്യൻസും സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ പഴത്തിനകത്ത് ഇത്രയും ഗുണങ്ങളുള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഇത് നല്ലത് തന്നെയാണ്. മാത്രമല്ല, നോമ്പ് സമയത്ത് നോമ്പ് തുറക്കുന്നതിനാണെങ്കിൽ പോലും ഈന്തപ്പഴമാണ് എല്ലാ മുസ്ലിം സഹോദരി സഹോദരന്മാരും ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഈന്തപ്പഴത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചെറിയൊരു അപകടം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കടുത്ത വേനൽ വളരുന്ന ഈന്തപ്പനയ്ക്കകത്ത് ഈ പഴത്തിനകത്ത് ഈ ചെറിയ മധുരവും അതിനകത്ത് നല്ല നനവും ഉള്ളത് കൊണ്ട് തന്നെ ബീറ്റിലുകൾ, ചില വണ്ടുകളെല്ലാം ഇതിനകത്ത് മുട്ടയിട്ട് വയ്ക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഈന്തപ്പഴത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ചെറിയ പുഴുക്കളോ ഇല്ലെങ്കിൽ കറുത്ത കുത്തിന്റെ സ്പോട്ടുകളോ അതായത് ഈ വണ്ടിന്റെ എല്ലാം ചെറിയ മുട്ടകളോ ഇതിനകത്ത് കണ്ടാനുള്ള സാഹചര്യമുണ്ട്. പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്നത് പാക്കറ്റ് കൊണ്ടുവന്ന് പാക്കറ്റ് പൊട്ടിച്ച് അതേപടി വായിക്കകത്ത് ഇടുന്നു, കുരു തുപ്പിക്കളയുന്നു. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് ഇത്തരത്തിൽ പുഴുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പലരും ശ്രദ്ധിക്കാറില്ല. പുഴുക്കളെ കാട്ടിയും വലിയൊരു അപകടമാണ് ഇതിനകത്ത് വളരുന്ന ചിലയിനം പൂപ്പലുകൾ. ആസ്പെർജില്ലസ് നൈഗ്രിക്കൻസ് എന്ന് വിളിക്കുന്ന ഒരിനം ഫംഗസുകളുണ്ട്. ഈ ഫംഗസുകളും ഈ ഈന്തപ്പഴത്തിനകത്ത് തോടിനോട് ചേർന്ന് വളരുന്നു എന്ന് പറയാം. കാരണം ഇതിനകത്തുള്ള നനവും മധുരവും ഉള്ളത് കൊണ്ട് തന്നെ പൂപ്പലുകൾക്കും ഈന്തപ്പഴം വളരെ ഇഷ്ടമാണ്. ഈ ആസ്പെർജില്ലസ് നൈഗ്രിക്കൻസ് ഇതിനകത്ത് വളരുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല, വലിയ രുചി വ്യത്യാസവും ഫീൽ ചെയ്യത്തില്ല. ഈ ആസ്പെർജില്ലസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ പലപ്പോഴും ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് എരിച്ചില്, ഓർക്കാനം, പുളിച്ചു തേട്ടല്, ഭയങ്കരമായിട്ടുള്ള വയറുവേദന, ലൂസ് മോഷൻ പോലുള്ള രോഗങ്ങളിലേക്ക് ചെന്നെത്തിച്ചു എന്ന് വരാം. പലപ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഈന്തപ്പഴം കഴിക്കുമ്പോൾ ഈ ആസ്പെർജില്ലസ്, ഈ ഫംഗസ് ഉണ്ടാക്കുന്ന ഈ പലവിധ വയറുവേദനയും ഓർക്കാനവും നമ്മൾ നോമ്പ് പിടിച്ചിട്ടായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് പലരും വേണ്ട ചികിത്സ എടുക്കാറുമില്ല. എന്നാൽ ആസ്പെർജില്ലസ് ഉയർന്ന അളവിൽ ചെല്ലുന്നത് വയറ്റിൽ നിന്നും രക്തം ചേർന്ന് മലം പോകുന്നതിന് വരെ കാരണമായി എന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾ ഈന്തപ്പഴം കഴിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈന്തപ്പഴം പൊളിച്ചു നോക്കി അതിനകത്ത് പുഴുക്കളില്ല, ചെറിയ കറുത്ത ഡോട്ടുകൾ പോലെ, കുത്തുകൾ പോലെ ഇവയുടെ ഈ മുട്ടകൾ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കുരുവിനോട് ചേർന്നിട്ട് കറുത്ത കളറിലുള്ള പൊടി അടങ്ങിയിട്ടുണ്ടോ, പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചാര നിറത്തിലുള്ള പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കി അവ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. സംശയകരമായ രീതിയിലുള്ള നിറവ്യത്യാസം, ഈ കറുത്ത പൊടിയോ ഇല്ലെങ്കിൽ പുഴുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത് കഴിക്കരുത്. കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പോലും അത് നോക്കിയിട്ട് ചെയ്യുക. ഈന്തപ്പഴം കഴിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തോളൂ.